ഹലോ ഗായ്സ്, അങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ നിൻ്റെ അമ്മമ്മയാടാ നെവിനെ എന്ന് പറയുന്നത് നമ്മുടെ അനിമോളാണ്. എന്താണ് കാര്യം എന്നല്ലേ, നമുക്കിതിൽ നിന്ന് ഈ പ്രൊമോയിൽ നിന്ന് വ്യക്തമായ കാര്യം നമ്മൾ പല തവണയും കേട്ടിട്ടുള്ള കാര്യമാണ്. നെവിൻ അനിമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് സംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ, ഇപ്പോൾ എന്നെ ആൾക്കാരൊക്കെ പറയും നിങ്ങളൊരു കുലസ്ത്രീയാണല്ലോ, നിങ്ങളൊരു കുലസ്ത്രീയാണല്ലോ, കുലസ്ത്രീയാണോ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ അതുള്ള അർത്ഥം തന്നെ പാതിവൃത്യം, പതിവൃതയായ ഒരു കല്യാണം കഴിച്ച് വിവാഹിതയായ പാതിവൃത്യത്തെ അത്യധികം എന്താ പറയുക, റെസ്പെക്റ്റോടുകൂടി ബഹുമാനത്തോട് കാണുന്ന പരപുരുഷന്മാരെ പിടിക്കാൻ പോകാത്ത മാന്യമായ വസ്ത്രധാരണം ധരിക്കുന്ന അതുപോലെ തന്നെ കുടുംബിനിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് കുലസ്ത്രീ എന്നുള്ള യഥാർത്ഥമായിട്ടുള്ളൊരു പോസിറ്റീവ് വേർഡ് എന്ന് പറഞ്ഞാൽ പാതിവൃത്തത്തോടുകൂടി കല്യാണം കഴിച്ച് മാംഗല്യം കഴിച്ച് പാതിവൃത്യത്തോടുകൂടി ഭർത്താവിനെയും മക്കളെയും സേവിച്ച് കുടുംബത്തിനെ നന്നായിട്ട് നോക്കി മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ, അതാണ് കുലസ്ത്രീ. പക്ഷേ ഇവിടെ അനിമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നാണ് വിളിക്കുന്നത്. അനിമോള് വാഹിതയല്ല. പിന്നെ അനിമോൾ ഈ സാരി ഉടുത്തോ അല്ലെങ്കിൽ ഈ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നു, ഫുഡ് വിളമ്പി കൊടുക്കുന്നു, അങ്ങനെ ഉദ്ദേശിച്ചാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ ജിസേലിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് അനിമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടാറില്ല എന്ന്. കറക്റ്റാണ്, ഞാനും ഒക്കെ ആ വീഡിയോ ഇട്ടതാണ്. പിൻഭാഗം മുഴുവൻ നമ്മൾ ഡ്രസ്സ് പാൻറ്റ് ഇട്ടോ എന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള ഡ്രസ്സിങ് രീതിയിലാണ് ജിസേലിൻ്റെത്. അപ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് ഇതൊക്കെ റിയാലിറ്റി ഷോയാണ്. നമ്മൾ കാണുമ്പോൾ വിമർശിക്കും, അതിനൊന്നും വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം മോഡലിംഗ് ഇവിടെയല്ലല്ലോ, മോഡലിംഗ് ഒക്കെ പുറത്താണ്, അല്ലാണ്ട് ഇതിനകത്തല്ലല്ലോ മോഡലിംഗ്. അത്യാവശ്യം മറയുന്ന ഡ്രസ്സൊക്കെ ധരിക്കാം അല്ലേ. അപ്പം അത് അന്ന് അനിമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മേ ബി ആയിരിക്കാം ഇങ്ങനെ. പിന്നെ നെവിൻ ഇന്നലെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ നെവിനാണ് ആ ടാസ്ക്, അനിമോൾക്ക് ആ ക്യാപ്റ്റൻ കിട്ടാതെ ഇരിക്കാൻ വേണ്ടി നെവിനാണ് കളിച്ചത്. ഒരു പെൺകുട്ടി, ആ രണ്ട് ആമ്പിള്ളേരാണ്, അവരുടെ കൂടെ എത്രയോ മണിക്കൂറുകളാണ് ആ കയറും പിടിച്ചുകൊണ്ട് നടന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ അനീഷേട്ടനെ പോലെ തന്നെ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആദ്യം മുതൽ തന്നെ എനിക്ക് ഇവരുടെ കളി ഇഷ്ടമാണ്, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റുകൾ കണ്ടാൽ തെറ്റുകൾ പറയും. പക്ഷേ ഗെയിമിൻ്റെ രീതിയിലാണ് അനിമോൾ ഇന്നലത്തെ ഒരു ഗെയിം എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് കളിച്ചു. കാരണം എല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ മാറിപ്പോയേനെ. കാരണം ടോയ്ലറ്റിൽ പോകാനായിട്ട്, മൂത്രം ഒഴിക്കാൻ, ഒന്നിന് പോകാനായിട്ട്, യൂറിൻ പാസ് ചെയ്യണം എന്ന് പറഞ്ഞു, ക്യാമറയിൽ പറഞ്ഞു ഒന്നിന് പോകണം ബിഗ് ബോസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാൻറ്റ് ഇറുകിയ ജീൻസ് ഇട്ടിട്ടായിരുന്നു, അത് ഊരി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി. അതൊക്കെ നമുക്കൊരു കണ്ടപ്പോൾ തന്നെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവങ്ങളാണ്. പാവാട ഉടുത്തിട്ട് ആ പാൻറ്റ് വളരെ കഷ്ടപ്പെട്ട് ഊരി മാറ്റി. നമ്മളൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നിട്ടും അനിമോൾ വിട്ടുകൊടുത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നെവിൻ എന്തുമാത്രം പാടുപഠിപ്പിച്ചു. നെവിൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് എത്രമാത്രം തറയെ കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം നെവിൻ ഒരിക്കലും അനിമോളെ ക്യാപ്റ്റൻ ആക്കാതിരിക്കാൻ വേണ്ടി ഇന്നലെ ഒരുപാട് കളിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ നെവിനെ എവിക്ഷൻ നോമിനേഷനിലേക്ക് വിട്ടത് അനിമോൾ ആയതുകൊണ്ടാണ് ഇത്രയും ദേഷ്യം എന്നാണ് നെവിൻ പറയുന്നത്. സാബുമാനും അനിമോളും ആണ് നെവിനെ എവിക്ഷൻ നോമിനേഷനിലേക്ക് വിട്ടത്. അപ്പോൾ പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ കാര്യം. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചപ്പോൾ അനിമോൾ നിൻ്റെ അമ്മമ്മയെ പോയി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു വാക്കാണ് വിളിച്ചതെങ്കിൽ നിൻ്റെ അമ്മമ്മയെ വിളിക്കാൻ പറഞ്ഞത് തിരിച്ച് അതുപോലെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. പക്ഷേ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറയുന്ന അവർ നല്ല ഒരു അർത്ഥത്തിലാണ്, നല്ല മീനിങ്. കാരണം അക്ബർ അവിടെ നിന്ന് പറയുന്നുണ്ട് കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ, പിന്നെ എന്തിനാണ് നീ ചൂടാവുന്നതെന്ന്. അപ്പോൾ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ നല്ലതാണെങ്കിൽ പിന്നെ അമ്മുമ്മയെ വിളിച്ചാൽ എന്താണ് പ്രശ്നം? അമ്മുമ്മയെ കുലസ്ത്രീ എന്നല്ലേ വിളിച്ചത്. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന അനിമോൾ ഒരിക്കലും ഒരു കുലസ്ത്രീ അല്ല. കാരണം ഷീസ് നോട്ട് മാരീഡ്, വിവാഹിതയല്ലാത്ത ഒരു സ്ത്രീയാണ്. വിവാഹിതയല്ലാത്ത ഒരു സ്ത്രീ ഒരിക്കലും കുലസ്ത്രീ ആവില്ല, ഒരു പെൺകുട്ടിയാണ്. അവർ എത്ര വയസ്സാലും വിവാഹിത അല്ലെങ്കിൽ ഒരു മിസ് മാത്രമാണ്, ഒരിക്കലും മിസ്സിസ് ആവുന്നില്ല. ഒരു കുടുംബിനി എന്ന് പറയാൻ പറ്റില്ല അവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിമോൾ ഒരിക്കലും കുലസ്ത്രീ പരിവേഷത്തിൽ പെടുന്നില്ല. പിന്നെ കുലസ്ത്രീ എന്ന് പറയുന്നത് നല്ലതാണ്. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാതിവൃത്തത്തിൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് മാംഗല്യം കഴിച്ച് കല്യാണം കഴിച്ച് പതിവൃതയായ ഒരു സ്ത്രീ, ഭർത്താവിനെ മാത്രം കൂടെ ജീവിച്ച് പരപുരുഷന്മാരെ പിടിക്കാൻ പോകാത്ത, കുടുംബം നോക്കി ഭർത്താവിനും മക്കൾക്കും അവരുടെ പാരൻസിനും ഒക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു, അതേപോലെ കുടുംബം നോക്കി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കുന്ന എന്നെപ്പോലെ ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ പ്രൊഫഷൻ വേറെ, ഞാൻ പ്രൊഫഷണലി ആണ്. വീട്ടിലാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡിനും മോനും ഒക്കെ ഫുഡ് അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു മാന്യമായി ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണം, മാന്യമായ വസ്ത്രധാരണം ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ഡ്രസ്സുകളും ഞാനിടും. പക്ഷേ നമ്മുടെ പണ്ട് മാറ് മറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത ഈ നാട്ടിൽ ആൾക്കാർ തുറന്നു മലത്തിയിടുവാണ്. ഇപ്പം നഗ്നതയാണ് പുരോഗമനം. അപ്പം പുരോഗമനവാദികൾ വിളിക്കുന്ന ഒരു പേരാണ് കുലസ്ത്രീ. അപ്പം നമ്മളെയൊക്കെ കുലസ്ത്രീ എന്നൊക്കെ ആൾക്കാർ വിളിക്കും.
എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നീ ഭയങ്കര കൊലസ്ത്രീ ആണല്ലോ എന്ന് പറയും. അപ്പോൾ അത് പുരോഗമന ചിന്താഗതി. അവർ വിചാരിക്കുന്ന നഗ്നത കാണിക്കുന്നതാണ് പുരോഗമനം. നഗ്നത കാണിക്കുക, അതുപോലെ തന്നെ ഈ ഓരോ ഗേ ലെസ്ബിയൻ എന്നുള്ള ആൾക്കാരൊക്കെ നോർമലാണ് എന്നുള്ളത്. കാരണം അതൊക്കെ ഒരു പ്രകൃതി വിരുദ്ധത തന്നെയാണ്. പ്രകൃതി വിരുദ്ധത അല്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അത് പ്രകൃതി വിരുദ്ധമായ കാര്യമാണ്. പക്ഷേ അവരൊക്കെ മനുഷ്യരാണ്, ഹ്യൂമൻ ബീങ്സ് ആയതുകൊണ്ട് നമ്മൾ അവരുടെ മാനുഷികമായിട്ടുള്ള അവർക്ക് പരിഗണന കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ എല്ലാ തോന്നിവാസന അവരെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്കൊന്നും നമുക്ക് ഉയർത്താൻ പറ്റില്ല. രണ്ട് പെൺപിള്ളേർ തമ്മിൽ കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ, രണ്ട് ആണുങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ നമുക്ക് അവരെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഉയർത്താൻ പറ്റുമോ? അതൊക്കെ പ്രകൃതി വിരുദ്ധമായ കാര്യമല്ലേ. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹം കഴിച്ചു ഒരുമിച്ച് ജീവിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക, അതൊക്കെയാണ് പ്രകൃതിയുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് അത് നോർമൽ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആ ഒരു പക്ഷേ അവരെ ഹ്യൂമൻ ബീങ്സ് ആണ്. അവർക്കും അവർ മനുഷ്യർ, നമ്മളെ കണക്ക് തന്നെ അതേ കാറ്റഗറിയിൽ കൺസിഡറേഷൻ വേണ്ട മനുഷ്യർ തന്നെയാണ്. അതിനകത്ത് നമുക്കൊരു തർക്കവുമില്ല. അപ്പോൾ ഇവിടെ അതൊന്നുമല്ല. അപ്പോൾ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് നെവിൻ എന്തുകൊണ്ടാണ് അനുമോളെ വിളിക്കുന്നത്? അത് വളരെ മോശമായിട്ടുള്ളൊരു വാക്കാണ്. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് അനുമോളെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. നിവിൻ്റെ